ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ പാൽ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസൊക്കെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് പാൽ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടും മൈദ വെച്ചിട്ടും പാൽ കേക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് പാൽ കേക്കാണ്, ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പാൽ കേക്കാണോ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മൈദ വെച്ചിട്ടുള്ള പാൽ കേക്കാണോ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ടെക്സ്ചറും രുചിയും ഒക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് രണ്ട് രീതിയിൽ എങ്ങനെയാണ് പാൽ കേക്ക് റെഡിയാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര പാനി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ കംപ്ലീറ്റ് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ഇതുപോലെ മെൽറ്റായി വന്നതിന് ശേഷം പിന്നെ നമുക്കിതൊരു 4 മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കണം. കുറച്ചൊന്ന് കട്ടിയാക്കി എടുക്കാൻ, ഒറ്റനൂൽ പരുവൊന്നും ആക്കിയെടുക്കണ്ട കേട്ടോ. കുറച്ചൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് നമുക്ക് ഷുഗർ സിറപ്പ് വേണ്ടത്. എന്നാലേ ഉള്ളൂ ഈ ഒരു പാൽ കേക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല കറക്റ്റായിട്ട് മധുരം പിടിക്കുള്ളൂ. അപ്പോൾ ഒരു 4 മിനിറ്റും കൂടെ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത് പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ കേക്കിനുള്ള മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയുടെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയും പഞ്ചസാരയും കൂടെ പെട്ടെന്നൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അഴിച്ചെടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മുട്ടയിൽ ലയിച്ച് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുറച്ച് സമയം വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മുട്ടയും നെയ്യും എല്ലാം കൂടെ ചേരുമ്പോൾ പഞ്ചസാരയൊക്കെ ലയിച്ച് വരുമ്പോൾ നല്ല കറക്റ്റ് വെള്ളമൊക്കെ ഇതിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, മൈദ ആയതുകൊണ്ട് തന്നെ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുഴച്ചെടുക്കുന്ന സമയത്ത് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ ലൂസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട്, പാകത്തിന് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ വേറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കേണ്ടത് ഒരു 1/4 ഇഞ്ച് കനത്തിലാണ്. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കരുത്. അപ്പോൾ 1/4 ഇഞ്ച് കനത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് പരത്തിയെടുത്തതിന് ശേഷം പിന്നെ സൈഡൊക്കെ ഒന്ന് നമുക്ക് ഒരു പാൽ കേക്കിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണല്ലോ, ഒരു നീളത്തിലുള്ള ആകൃതിയിലാണ്. അപ്പോൾ അതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കുകയും ചെയ്യാം. ഞാൻ ഇതുപോലെ റൗണ്ടിൽ പരത്തിയെടുത്തതിന് ശേഷം പിന്നെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിൽ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു പാൽ കേക്കിൻ്റെ ഒക്കെ ആ ഒരു വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്, നീളത്തിൽ. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കനത്തിലാണ് കേട്ടോ ഞാൻ പരത്തി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ ഇത് പൊരിച്ചെടുക്കുമ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടിൽ വേണ്ട എണ്ണ, കാരണം പെട്ടെന്ന് തന്നെ ഇതിൽ പുറം ഭാഗമൊക്കെ ബ്രൗൺ കളറായിട്ട് വരും, ഉൾവശം വേവില്ല. അപ്പോൾ നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് സാവധാനം ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് ഇതിൻ്റെ രണ്ട് സൈഡും കളറ് ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് ഇതാ ഈ ഒരു കളറായിട്ട് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് ഞാൻ ഈ ഒരു ചൂടോട് കൂടി തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്തും ഷുഗർ സിറപ്പ് നല്ല ചൂട് വേണം. അപ്പോൾ നമ്മൾ ആദ്യം തിളപ്പിച്ചെടുത്തിട്ടുള്ള ഷുഗർ സിറപ്പാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇത് എണ്ണ പെട്ടെന്ന് ഒട്ടും എണ്ണ കുടിക്കാത്തൊരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ നല്ല ചൂടായിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഞാനിത് ചൂടോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഷുഗർ സിറപ്പിൻ്റെ. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ട് വീണ്ടും നമ്മൾ ഷുഗർ സിറപ്പ് തിളപ്പിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് നേരത്തെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് രണ്ടാമത് ഇടാനായപ്പോഴാണ് കേട്ടോ ഇതൊന്ന് തിളപ്പിച്ചെടുത്തത്. അപ്പോൾ എല്ലാ ഭാഗവും ഞാനിതാ ഒന്ന് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഷുഗർ സിറപ്പിലൊന്ന് മുക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ തിളപ്പിച്ചെടുത്തത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പൊക്കെ വറ്റിപ്പോവും. എന്നാലും എന്താ ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഈ ചൂടോട് കൂടി തന്നെ അടച്ചു വെക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇനി ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം, ചൂടാറി വരട്ടെ. നമ്മളൊരു റൂം ടെമ്പറേച്ചറിലായാൽ മതി. ആ ഒരു സമയം ആകുമ്പോൾ 1 മണിക്കൂർ ആകുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് തണുത്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പാൽ കേക്ക് ഒന്ന് റെഡിയാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ സെയിം മിക്സ് തന്നെയാണ് റെഡിയാക്കുന്നത്. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും പിന്നെ നമ്മൾ നേരത്തെ ചേർത്തതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻസിൻ്റെ അളവും സെയിം തന്നെയാണ് കേട്ടോ. ഒരു ഗോതമ്പ് പൊടിയിൽ മാത്രമുള്ള മാറ്റം വരുന്നത്. അപ്പോൾ ഇതെല്ലാം മിക്സായി വന്നതിന് ശേഷം നമ്മൾ 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തതിന് പകരം 1 കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. പക്ഷേ ഈ ഗോതമ്പ് പൊടി കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് നല്ല ടൈറ്റായിട്ട് വരും കേട്ടോ. കാരണം ഗോതമ്പ് പൊടി മൈദേനേക്കാളും അത്യാവശ്യം വെള്ളം വലിച്ചെടുക്കുന്ന ഒരു പൊടിയാണ്. അപ്പോൾ വെള്ളം വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരു മുട്ട വെച്ചിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കറക്റ്റ് അളവിൽ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം കുറച്ച് ടൈറ്റായിട്ട് വരും. അതുപോലെ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ടൈറ്റായി കഴിഞ്ഞാൽ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ക്രാക്കൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂൺ പാലും കൂടി ഇതിലേക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാവ് ടൈറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ഒരു വിള്ളലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ഇതെങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ആക്കിയെടുത്തതിന് ശേഷം പാകത്തിലുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ കളറായിട്ട് കിട്ടണം. അതുപോലെ തന്നെ ഉൾവശം വേവും വേണം. അപ്പോൾ ഉൾവശം വേവാൻ വേണ്ടിയിട്ട് നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. തീ കൂട്ടിക്കഴിഞ്ഞാൽ ഉൾവശം വേവില്ല. അങ്ങനെ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇത് കോരിയെടുത്തിട്ട് അടുത്ത ബാച്ചും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് നല്ല ചൂട് വേണം. ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാണ്ട് ചെയ്യുന്നത്. ഒരു 4-5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ മൈദ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് ഒരു 4 മിനിറ്റ് തിളപ്പിച്ചെടുത്തപ്പോഴേക്കും ഷുഗർ സിറപ്പ് ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടോടുകൂടി തന്നെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള പാൽ കേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാൽ കേക്ക് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ മുറിച്ച് നോക്കിയപ്പോഴും നമ്മൾ ആ ഒരു പൊരിച്ചിട്ട് അതേപോലെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും ഒരു അല്പം പോലും ഷുഗർ സിറപ്പൊന്നും കയറിയിട്ടില്ല. അതുപോലെ നല്ല ഹാർഡായിട്ടാണ് കേട്ടോ ഇതിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള പാൽ കേക്കിൻ്റെ അവസ്ഥ. ഇതിൻ്റെ പുറം ഭാഗത്ത് മാത്രം ഈ ഒരു ഷുഗർ സിറപ്പിൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ മുക്കിയിട്ട് കഴിക്കാം, അത്രയേ ഉള്ളൂ. ശരിക്കും നമ്മളൊരു വെട്ട് കേക്കിൻ്റെ ഒക്കെ ആ ഒരു ഫീലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയപ്പോൾ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട്. അത് നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മൈദ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള പാൽ കേക്ക് ഒന്ന് എടുത്തു നോക്കാം.
അപ്പോൾ ഇതാണ് നമ്മൾ മൈദ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള പാൽ കേക്ക്. അപ്പോൾ ഇതിൽ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് പാത്രത്തിലുള്ളതൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ, നേരത്തെ ഉള്ളതിനേക്കാളും. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ഇത് തൊടുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു പകുതി ഭാഗം വരെ ഷുഗർ സിറപ്പ് നന്നായിട്ട് കയറിയിട്ടുണ്ട്. പിന്നെ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നേരത്തെ പോലെ അങ്ങനെ ഹാർഡൊന്നുമില്ല, ഇങ്ങനെ ഒരു പൊടിഞ്ഞു പോരുന്ന വിധത്തിൽ പോരുന്നുണ്ട്. അത്രയും സോഫ്റ്റ് ആയിട്ടാണ് മൈദ വെച്ചിട്ടുള്ള പാൽ കേക്ക് റെഡി ആയിട്ടുള്ളത്. ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാൽ കേക്കിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പിന്നെ പിറ്റേ ദിവസം ഒന്ന് എടുത്ത് നോക്കിട്ടോ. പിറ്റേ ദിവസം എടുത്തപ്പോൾ ഇതിൽ കൂടുതൽ ടേസ്റ്റ് ആയിട്ടാണ് ഈ ഒരു പാൽ കേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പാൽ കേക്ക് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്